ഗുരുവായൂർ ബസ് ടെർമിനലിൽ 8.5 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്. 7 കോടി നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചെയർമാൻ കൗൺസിലിൽ അറിയിച്ചു. 1.5 കോടിയാണ് ഇതുവരെ നൽകിയ ബില്ലിൽ നൽകാനുള്ള തുക. കേന്ദ്രത്തിൽ നിന്നും വായ്പയായി ലഭിച്ച 5 കോടി, നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 2 കോടി എന്നിവ ചേർത്താണ് 7 കോടി നൽകിയത്. നിർമ്മാണത്തിന് വേണ്ടിവരുന്ന ബാക്കി തുകയ്ക്ക് കേരള ബാങ്ക് വായ്പ അനുവദിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഫണ്ട് വരും, ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ട് എന്നും അപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപേക്ഷിക്കാൻ നമ്മൾ കൊടുക്കുകയാണ്. അതൊന്നും അനുഭവിക്കും. ഇത്തവണ നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ പണം ലഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. സ്ട്രക്ചർ പൂർത്തിയായ നിലയ്ക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ബസ് സ്റ്റാൻഡ് ടെർമിനലിലെയും കടമുറികൾ ലേലം ചെയ്ത് ഫണ്ട് കണ്ടെത്താമെന്ന് ഭരണപക്ഷത്തു നിന്നും ആർ വി ഷെരീഫ് നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AM ഷഫീർ എന്നിവരും ഈ ആശയത്തെ പിന്താങ്ങി. എന്നാൽ ഫയർ, NOC അടക്കമുള്ളവ ലഭിക്കാതെ ലേല നടപടികളിലേക്ക് കടക്കാനാകില്ലെന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ അറിയിച്ചു. ബസ് സ്റ്റാൻഡ് ടെർമിനലിലെ വൈദ്യുതീകരണ ജോലികൾക്കുള്ള എസ്റ്റിമേറ്റ് PWD തയ്യാറാക്കി വരികയാണെന്നും സെക്രട്ടറി പറഞ്ഞു. നഗരസഭയുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിലെ അപാകത മൂലം വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ കരാറുകാരൻ ശ്രദ്ധിക്കണമെന്ന് KP ഉദയൻ നിർദ്ദേശിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ കൗൺസിലർ RM മുഹമ്മദ് എന്നിവരുടെ നിര്യാണത്തിൽ കൗൺസിൽ അനുശോചനം രേഖപ്പെടുത്തി.